പ്രതിയാണ് തമ്മനം ഫൈസൽ. ടോം കുര്യാക്കോസോട് സംസാരിച്ച ടോം, ഈ ഫൈസൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, കൊച്ചിയിലെ ഗുണ്ടാ സംഘങ്ങൾക്ക് മിക്കവർക്കും ഈ ലഹരി മരുന്ന് കേസുകളുമായി അല്ലെങ്കിൽ ലഹരി മരുന്ന് ഇടപാടുകൾ ഉണ്ട് എന്നുള്ളതാണ്. അത് നിർണായകമായ ഒരു വെളിപ്പെടുത്തലാണ്. കാരണം ഈ ലഹരി മരുന്നിൻ്റെ ഹബ്ബാണ് കൊച്ചി എന്നുള്ള വാർത്തകൾ പലതവണയായി നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ ഈ ഗുണ്ടാ സംഘങ്ങളുടെ, കൊട്ടേഷൻ സംഘങ്ങളുടെ പിന്തുണയോടെ അല്ലെങ്കിൽ അവർ നേരിട്ടിടപെട്ടാണ് ഇത്തരം ഗ്യാങ്ങുകൾ അല്ലെങ്കിൽ ഇത്തരം വിതരണങ്ങൾ നടത്തുന്നത് എന്നത് തുറന്ന് സമ്മതിക്കുകയല്ലേ ഫൈസൽ? രഞ്ജിത്ത്, തീർച്ചയായും. കാരണം കഴിഞ്ഞ ദിവസം ഈ ഗുണ്ടാ സംഘങ്ങളെയും ലഹരി മാഫിയയും അടിച്ചമർത്തുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് പോലീസ് ഡി ഹണ്ട്, ഓപ്പറേഷൻ ആഗ് തുടങ്ങിയ പദ്ധതികൾ നടപ്പാക്കിയിരുന്നു. ഇതിന്റെ ഭാഗമായി 6000-ലധികം ആളുകളെ, ഗുണ്ടാ സംഘങ്ങൾ ഉൾപ്പെടെ 6000-ലധികം വിവിധ ക്രിമിനൽ കേസുകളിൽ പെട്ടവരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും കരുതൽ തടങ്കിലാക്കുകയും ചെയ്തു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ പല കുപ്രസിദ്ധ ഗുണ്ടകളും ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ജയിലിൽ കഴിയാതെ ഇവിടെ ഒരു സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന രീതിയിൽ നമ്മൾ അന്വേഷണം നടത്തുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം പരിശോധിച്ചപ്പോഴാണ് ഈ തമ്മനം ഫൈസൽ, കൊച്ചിയിലെ കുപ്രസിദ്ധ ഗുണ്ടാ നേതാവായിട്ടുള്ള തമ്മനം ഫൈസലിന്റെ ഒരു യുവാവിനെ ഭീഷണിപ്പെടുത്തുന്നു, മുട്ടിൽ നിർത്തി ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ദൃശ്യം ന്യൂസ് 18 കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത്. ഈ ദൃശ്യം പുറത്തു വന്നതിന് പിന്നാലെ അത് തമ്മനം ഫൈസലാണ് ആ യുവാവിനെ ഭീഷണിപ്പെടുത്തുന്നത് ആ ശബ്ദത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. പോലീസും ഈ വിഷയം പരിശോധിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ വാർത്ത സംപ്രേഷണം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് അതൊരു വിശദീകരണവുമായി തമ്മനം ഫൈസൽ ന്യൂസ് 18 നമ്മളെ സമീപിക്കുന്നത്. അതിൽ പറയുന്നുണ്ട്, താൻ അല്ല ആ യുവാവിനെ ഭീഷണിപ്പെടുത്തുന്നത്, അത്തരം ഒരു പ്രവർത്തനം നടത്തുന്ന ആളല്ല, അത് ഏതെങ്കിലും മിമിക്രിക്കാർ ചെയ്തതായിരിക്കും, തന്നെ കൊടുക്കുന്നതിന് വേണ്ടിയായി ഏതെങ്കിലും മിമിക്രിക്കാർ അങ്ങനെ ആ രീതിയിൽ ചെയ്തതായിരിക്കുമെന്നാണ് തമ്മനം ഫൈസൽ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ ഇദ്ദേഹത്തിന്റെ അത് പൂർണ്ണമായും പോലീസ് പരിശോധിക്കുന്നത്. കാരണം ഇതുവരെയും ആ യുവാവ് പരാതി നൽകിയിട്ടില്ല. കാരണം എന്തുകൊണ്ടാണ് പരാതി നൽകാത്തത് തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കണം. മാത്രമല്ല, യുവാവിന്റെ എന്ന രീതിയിൽ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ട്, സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. തനിക്ക് തമ്മനം ഫൈസലിനെ അറിയില്ല, ഫൈസലുമായി ബന്ധമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ പോലീസ് ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള കേസ് പരിശോധിക്കുന്നുണ്ട്, പരാതി ഇല്ലെങ്കിൽ പോലും. മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ തമ്മനം ഫൈസലിന്റെ ഒരു പശ്ചാത്തലം പരിശോധിച്ച് നോക്കിയാൽ 2021, അതായത് 3 വർഷം മുൻപ് കില്ലർ ജോണി എന്ന ഗുണ്ടാ നേതാവ് ജോണി ആന്റണിയെ ക്രൂരമായി തടങ്കലിൽ വെച്ച് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളൊക്കെ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതാണ്. ആ കേസുമായി ബന്ധപ്പെട്ട് തമ്മനം ഫൈസലിനെ അറസ്റ്റ് ചെയ്തതാണ്. ജോണി ആന്റണിയെ താൻ മർദ്ദിച്ചുവെന്ന് ന്യൂസ് 18 നൽകിയ അഭിമുഖത്തില് തമ്മനം ഫൈസല് തുറന്ന് സമ്മതിക്കുന്നുമുണ്ട്. കാരണം 30-ലധികം ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. നേരത്തെ നമ്മോട് സംസാരിച്ചതുപോലെ 1999 കൊച്ചിയിലെ ഒരു അഭിഭാഷകനായിട്ടുള്ള മാണിക്കുട്ടി വക്കീലിനെ മർദ്ദിച്ചാണ് ആദ്യമായി 18-ാം വയസ്സിൽ ഒരു ക്രിമിനൽ കേസിൽ പെടുന്നത്. പിന്നീട് തമ്മനം ഷാജിയുമായിട്ട് അദ്ദേഹം ഒരു കുടിപ്പക വരുന്നു. തമ്മനം ഷാജിയായി പലപ്പോഴും ഏറ്റുമുട്ടുന്നു. പിന്നീട് കൊച്ചിയിലെ ഒരു പ്രമുഖ അല്ലെങ്കിൽ കുപ്രസിദ്ധ ഗുണ്ടാ നേതാക്കന്മാരുടെ പട്ടികയിലേക്ക് തമ്മനം ഫൈസലും കടന്നു വരുന്നു. അതിനുശേഷം പലപ്പോഴും ഈ ക്രിമിനൽ സംഘങ്ങൾ, ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയുടെ ഭാഗമായിട്ടുള്ള ആക്രമണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. താൻ അത്തരം കേസുകളിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത് എന്നാണ് തമ്മനം ഫൈസൽ പറഞ്ഞു വെക്കുന്നത്. ഇതോടൊപ്പം നമ്മൾ ചോദിച്ചു ഇന്ന്, കാരണം ഈ തമ്മനം ഫൈസലിന്റെ നേരത്തെ സ്പിരിറ്റ് കടത്തുമായി ബന്ധപ്പെട്ടൊക്കെ ചില ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. അക്കാര്യം ചോദിച്ചപ്പോൾ തനിക്ക് അത്തരം ഈ സ്പിരിറ്റ് കടത്തോ ലഹരി കടത്തിലോ പങ്കില്ല. പക്ഷെ കൊച്ചിയിലെ പല ഗുണ്ടാ നേതാക്കന്മാരും ഇന്ന് ഈ സ്പിരിറ്റ് കടത്തിന്റെ ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നുണ്ട്, ലഹരിക്കടത്തിന്റെ ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നുണ്ട്. നമുക്കറിയാം, ഇന്ന് ഈ നമ്മുടെ നാടിനെ തന്നെ ഏറ്റവും കൂടുതൽ നശിപ്പിക്കുന്നത് യുവാക്കളുടെ ലഹരി ഉപയോഗമാണ്. ഈ ലഹരി, MDMA ഉൾപ്പെടെയുള്ള ലഹരി കേരളത്തിലേക്ക് മറ്റ് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിക്കുന്നതിൽ പ്രധാനമായും പങ്കുവഹിക്കുന്നത്, നേതൃത്വം വഹിക്കുന്നത് ഈ ഗുണ്ടാ നേതാക്കന്മാരാണെന്ന് തമ്മനം ഫൈസൽ പറയുന്നു.